ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 9 ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. സക്കായിയുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. സക്കായിയുടെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ ചില തലങ്ങളുണ്ട്. 9 വാക്യത്തിൽ ഇവനും അബ്രഹാമിൻ്റെ മകനായിരിക്കുവാൻ കാരണമായി തീർന്നതിൻ്റെ ചില വെളിപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി, യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു, ഒരു ശ്രമം നടത്തി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണാനുള്ള ഒരു ശ്രമം ഒരു മനുഷ്യ ജന്മത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ അവൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ അതിന് 2 തടസ്സങ്ങൾ സക്കായിയുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. അവനാൽ തന്നെ ചില തടസ്സങ്ങൾ അവനിലുണ്ട്. അവനിലെ തടസ്സം, അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ പൊക്കമില്ലാത്തവനായിരുന്നു, കുറിയവനായിരുന്നു, വളർച്ചയില്ലാത്തവനായിട്ടാണ് അവൻ ജനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ കാണാനുള്ള ഒരു തടസ്സം അവനിൽ തന്നെ ഉണ്ടായി. 2ാമത്തെ തടസ്സം പുരുഷാരമാണ്. ഒരുവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ പുരുഷാരം അനുവദിക്കത്തില്ല, ദൈവത്തെ വിളിക്കാൻ അനുവദിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ആരാധിക്കാൻ അനുവദിക്കുകയില്ല. നീ എന്തിന് ദൈവത്തെ അറിയുന്നു, നീ എന്തിന് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തടയുന്ന ഒരു കൂട്ടം പ്രതികൂല ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായി വരും. ഈ 2 മണ്ഡലത്തെയും സക്കായി ജയിച്ചു. അടുത്ത ഭാഗത്തോട്ട് വായിക്കുന്നത് എങ്ങനെയാണ് ജയിച്ചത്? അവൻ മുന്നോട്ട് ഓടാനിടയായി. ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടിയാണ് മുന്നോട്ടോടുക. മുന്നോട്ടോടുക, പുറകോട്ടൊരിക്കലും നമ്മൾ പോകാൻ പാടില്ല. മുന്നിലേക്കോടുക. മുന്നിലെ പ്രതിസന്ധികളെ കണ്ട് നാം അറച്ചു നിൽക്കാതെ മുന്നിലേക്കോടുക. സക്കായി മുന്നിലേക്ക് ഓടുമ്പോൾ സക്കായി കാണുന്നത് ഒരു കാട്ടത്തി മരമാണ്. മുന്നിലോട്ട് ഓടുന്നവന് ദൈവം ഒരു കാട്ടത്തി ഒരുക്കിയിട്ടുണ്ട്. ചില വഴികളെ ദൈവം തുറക്കും. നാം മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെങ്കടൽ തുറന്നതുപോലെ വഴികൾ തുറക്കാൻ തുടങ്ങും. ദൈവം അവനെ ഒരു കാട്ടത്തി ഒരുക്കി വെച്ചു. ആ കാട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവൻ യേശുവിനെ കണ്ടു. യേശു അവനെ വിളിച്ചു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവൻ ബന്ധപ്പെട്ട് അവൻ താഴേക്ക് ഇറങ്ങാനിടയായി. വേഗത്തിൽ അവൻ ഇറങ്ങി, ക്ഷണത്തിൽ അവൻ ഇറങ്ങി. തുടർന്ന് സക്കായിയും യേശുവുമായിട്ട് സക്കായിയുടെ ഭവനത്തിൽ ചെല്ലുന്നു. യേശു സക്കായിയുടെ ഭവനത്തിനകത്ത് വസിക്കുന്നു, പാർക്കുന്നു, താമസിക്കുന്നു. സക്കായിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാനിടയായി. സക്കായിയുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ ചില കടമ്പകൾ നാം ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചു. ആ നിലയിൽ മുന്നോട്ട് പോകാതെ ഒരിക്കലും അബ്രഹാമിൻ്റെ അനുഗ്രഹം, വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുകയില്ല. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും പോരുകളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു ദൈവഭക്തൻ, അവനും അവൻ്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.